വിസ്മയ കാഴ്ചകൾ ഒരുക്കി യുഎയിലെ പുതുവത്സരാഘോഷങ്ങൾ. അബുദാബി റാസൽ ഖൈമ എമിറേറ്റുകളിലെ വെടിക്കെട്ട് റെക്കോർഡിൽ ഇടം പിടിച്ചു. ബുർജ് ഖലീഫയിലെ വെടിക്കെട്ട് ആസ്വദിക്കാനും ആയിരക്കണക്കിന് ആളുകളാണ് എത്തി. ഭൂമിയിലും ആകാശത്തും വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് യുഎഇ പുതുവർഷത്തെ വരവേറ്റത്. രാജ്യമെങ്ങും ആഘോഷ പരിപാടികളും കരിമരുന്ന് പ്രയോഗങ്ങളും നിറഞ്ഞു നിന്നു. അബുദാബി റാസൽ ഖൈമ എമിറേറ്റുകളിലെ വെടിക്കെട്ട് റെക്കോർഡിൽ ഇടം പിടിച്ചു. അബുദാബിയിൽ 53 മിനിറ്റ് നീണ്ട വെടിക്കെട്ടാണ് അരങ്ങേറിയത്. 6000-ഓളം ഡ്രോണുകൾ അണിനിരുന്ന ഡ്രോൺ ഷോയും വിസ്മയമായി. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, ബർദുബായ്, അൽസീഫ് സ്ട്രീറ്റ്, പാം, അറ്റ്ലാന്റിസ്, ജുമൈറ, ഹത്ത തുടങ്ങി ദുബായിയുടെ 36 ഇടങ്ങളിലാണ് വെടിക്കെട്ടോടെ ആഘോഷം ഒരുക്കിയിരുന്നത്. ബുർജ് ഖലീഫയിലെ ലേസർ ഷോയും വെടിക്കെട്ടും ഉൾപ്പെടെ ലോകോത്തര കാഴ്ചകൾ വേറെയും. റാസൽ ഖൈമയിൽ 2 ഗിന്നസ് റെക്കോർഡുകളാണ് പിറന്നത്. ഡ്രോണുകൾ കൊണ്ട് തീർത്ത വൃക്ഷത്തിന്റെയും മുത്തുച്ചിപ്പിയുടെയും രൂപങ്ങൾക്കാണ് റെക്കോർഡ് ലഭിച്ചത്. ആയിരങ്ങളാണ് ഓരോ ഇടങ്ങളിലെയും കാഴ്ചകൾ കാണാനായി എത്തിയിരുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ദുബായിൽ പുതുവർഷത്തലേന്ന് പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 9.3% വർധനയാണ് ഈ വർഷമുണ്ടായതെന്ന് ദുബായ് RTA അറിയിച്ചു. 25 ലക്ഷത്തിലധികം ആളുകളാണ് പുതുവർഷത്തലേന്ന് പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചതെന്നാണ് ദുബായ് RTA അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 9.3% വർധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ദുബായ് മെട്രോയുടെ റെഡ്, ഗ്രീൻ ലൈനുകളിലായി 11,33,251 യാത്രക്കാർ സഞ്ചരിച്ചു. ദുബായ് ട്രാം 55,391 പേരും, ബസ്സുകൾ 4,65,779 പേരും, 5,71,098 ആളുകൾ ടാക്സികളിലും സഞ്ചരിച്ചു. സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ വഴി 80,066 യാത്രക്കാരാണ് സഞ്ചരിച്ചത്. 1,00,000-ലധികം ആളുകൾ ഹെയിലിംഗ് വാഹനങ്ങളിലൂടെയും 1,238 യാത്രക്കാർ ഷെയറിംഗ് ഗതാഗത വാഹനങ്ങളിലും പുതുവത്സരാഘോഷ വേദികളിലേക്ക് സഞ്ചരിച്ചതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായി സേവനങ്ങൾ നൽകാൻ സാധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്നും RTA അറിയിച്ചു. വിവിധ എമിറേറ്റുകളിൽ നിന്ന് ദുബായിലേക്ക് കൂടുതൽ ജനങ്ങൾ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് 1400 ബസ്സുകൾ കൂടുതൽ വിന്യസിച്ചായിരുന്നു RTA പുതുവത്സര രാവിലെ യാത്രകൾ ക്രമീകരിച്ചത്. അതോടൊപ്പം മെട്രോയും ട്രാമും 43 മണിക്കൂർ നോൺ സ്റ്റോപ്പ് സർവീസും നടത്തിയിരുന്നു. 24 ദുബായ്. പുതുവർഷത്തെ വരവേറ്റ് സൗദിയിലെ പ്രവാസികൾ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും പാട്ടുപാടിയുമാണ് ദമാമിലെ മലയാളി പ്രവാസികൾ പുതുവർഷത്തെ വരവേറ്റത്. 2024 പോയി മറഞ്ഞു. 2025 എന്ന പുതുവർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ലോകമെങ്ങും. പുതുവർഷ പുലരിയിൽ എല്ലായിടത്തും ആഘോഷങ്ങളുടെ ആരവങ്ങളായിരുന്നു. സൗദി ദമാമിലെ മലയാളി പ്രവാസികളും പുതുവർഷത്തെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. അൽഖോബാർ കോർണിഷ് പരിസരത്ത് ഒരുമിച്ച് കൂടിയായിരുന്നു ഈ ഒരു കൂട്ടം മലയാളി സുഹൃത്തുക്കളുടെ ആഘോഷ പരിപാടികൾ. കേക്ക് മുറിച്ചും പരസ്പരം മധുരം വിതരണം ചെയ്തും പുതുവർഷ ആശംസകൾ പരസ്പരം കൈമാറിയുമെല്ലാം ഇവർ പുതുവർഷത്തെ സ്വീകരിച്ചു. RJ നിയാസ് ഈക്കുട്ടിയായിരുന്നു ഇവരുടെ പുതുവർഷ ആഘോഷ പരിപാടിയിലെ മുഖ്യാതിഥി. സൗദി അറേബ്യയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. UAE സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ UAE എല്ലായിടത്തും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അനുഭവിക്കാൻ സാധിച്ച വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മലയാളി കൂട്ടായ്മകൾ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേക്ക് മുറിച്ച് ഭക്ഷണം കഴിച്ച് ആഘോഷിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു ആഘോഷമാണ് സൗദി അറേബ്യയിൽ നടക്കുന്നത്. അൽഖോബാർ കോർണിഷിൽ ഒത്തുകൂടി ഇവർ പിന്നെ നേരം പുലരുവോളം പാട്ടുകൾ പാടിയും പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേറ്റു. ഒട്ടേറെ പ്രതീക്ഷകളുമായി കഴിയുന്ന പ്രവാസി മലയാളികളുടെ സ്വപ്നങ്ങളെല്ലാം ഈ പുതുവർഷത്തിൽ പുലരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സുബൈറുദ്ദീൻ, 24 ദമാം. UAE പൊതുമാപ്പൽ 15,000 ഇന്ത്യക്കാർക്ക് സഹായം നൽകിയതായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. 3,700 പേർക്ക് എക്സിറ്റ് പെർമിറ്റ് നൽകിയതായും കോൺസുലേറ്റ് അറിയിച്ചു. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെയായിരുന്നു UAEയിൽ പൊതുമാപ്പ് നിലവിലുണ്ടായിരുന്നത്. UAEയിൽ പൊതുമാപ്പ് നിലവിലുണ്ടായിരുന്ന 4 മാസ കാലയളവിനിടെ 15,000 ആളുകളാണ് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചത്. ഇതിൽ 2,117 പേർക്ക് പുതിയ പാസ്പോർട്ട് നൽകി. 3,589 ആളുകൾക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. 3,700 ആളുകൾക്ക് എക്സിറ്റ് പെർമിറ്റിന് സഹായം നൽകിയതായും കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. UAEയിലെ വിവിധ ഇന്ത്യൻ സംഘടനകളുമായി ചേർന്നായിരുന്നു പൊതുമാപ്പ് കാലയളവിൽ കോൺസുലേറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയത്. കോൺസുലേറ്റിന്റെ പ്രത്യേക സഹായ കേന്ദ്രം ഉൾപ്പെടെ സജ്ജമാക്കിയായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പൊതുമാപ്പ് അനുവദിച്ച UAE സർക്കാരിനുള്ള നന്ദിയും കോൺസുലേറ്റ് അറിയിച്ചു.
സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെയായിരുന്നു UAE പൊതുമാപ്പ് നിലവിലുണ്ടായിരുന്നത്. ദുബായിൽ മാത്രം 2,36,000 ആളുകളാണ് പദ്ധതി പ്രയോജനപ്പെടുത്തിയതെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചിരുന്നു. 24 ദുബായ്. സൗദി ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിനെ സന്ദർശിക്കാൻ മാതാവിന് അവസരമൊരുക്കിയതിന് അസീർ ഗവർണർ തുർക്കി ബിൻ തലാൽ രാജകുമാരന് നന്ദി അറിയിച്ചു. ഖമീഷ് മുസായത്തിലെ സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് കുറ്റിച്ചൽ ഗവർണറെ നേരിട്ട് സന്ദർശിച്ചാണ് നന്ദി അറിയിച്ചത്. കഴിഞ്ഞ നവംബർ 11 മാതാവ് ഫാത്തിമ ജയിലിലെത്തി അബ്ദുൾ റഹീമിനെ കണ്ടത്. അമീർ തുർക്കി ബിൻ തലാൽ റിയാദിലെ ഓഫീസ് വഴിയാണ് സന്ദർശനത്തിന് വഴിയൊരുക്കിയത്. വധശിക്ഷ റദ്ദാക്കിയെങ്കിലും അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുകയാണ്. ഈ മാസം 15 മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി ഇനി പരിഗണിക്കുക. UAEയിലെ കലാസാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന ആലപ്പുഴ കാവാലം സ്വദേശി മോഹൻ കാവാലം അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച ദുബായ് ആസ്റ്റർ ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം. കൈരടി കലാകേന്ദ്രം, യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ, WMC ഉമൈൽ ഖൊയ്ൻ, ഹാർമണി തുടങ്ങിയ വിവിധ കൂട്ടായ്മകളിൽ സജീവമായിരുന്നു. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജബലലിയിൽ നടക്കും. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വാഹനങ്ങൾ നീക്കം ചെയ്യാനൊരുങ്ങി അജ്മാൻ. ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം പുറപ്പെടുവിച്ചു. 30 ദിവസത്തിനുള്ളിൽ വാഹനം കണ്ടുകെട്ടും. ഏറെക്കാലം നിർത്തിയിടുന്ന വാഹനങ്ങൾ സാമൂഹിക വിരുദ്ധരുടെ താവളമാകുന്നതായും നഗരത്തിന്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടിക്കുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജ്മാൻ എമിറേറ്റിന്റെ നടപടി. പുതിയ നിയമപ്രകാരം ഏറെക്കാലം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന വാഹനങ്ങളിൽ അധികൃതർ ആദ്യം മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ പതിപ്പിക്കും. 7 ദിവസമായിരിക്കും മുന്നറിയിപ്പ് നൽകുക. തുടർന്നും വാഹനം നീക്കം ചെയ്യാതിരുന്നാൽ വാഹനം ഉപേക്ഷിക്കപ്പെട്ടതായി കണക്കാക്കി അവിടെ നിന്ന് മുനിസിപ്പാലിറ്റി നീക്കം ചെയ്യും. പിന്നീട് 30 ദിവസത്തിനുള്ളിൽ ആ വാഹനം ലേലം ചെയ്യുകയും ചെയ്യുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അബാൻഡൻഡ് വെഹിക്കിൾ ഡിസ്പോസബിൾ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചാണ് നടപടി. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കൽ, മൂല്യനിർണ്ണയം എന്നിവ ഈ കമ്മിറ്റിയുടെ ചുമതലയായിരിക്കും. തുടർന്ന് പൊതുലേലത്തിൽ വിൽക്കുന്ന അടക്കമുള്ള നടപടികൾക്കും വിധേയമാക്കും. ലേലത്തിന് മുൻപ് വരെ ഉടമയ്ക്ക് തിരികെ വാഹനം വീണ്ടെടുക്കാൻ അവകാശമുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. സൗദിയിൽ മൊബൈലുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ടൈപ്പ് C ചാർജർ നിർബന്ധമാക്കി. പദ്ധതിയുടെ ആദ്യഘട്ടം ഇന്ന് പ്രാബല്യത്തിൽ വന്നു. രണ്ടാം ഘട്ടം 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരും. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയവയ്ക്ക് എല്ലാം ഏകീകൃത ചാർജിംഗ് പോർട്ട് നിർബന്ധമാക്കും. മൊബൈലുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുമെല്ലാം സൗദിയിൽ ഇനി USB ടൈപ്പ് C ചാർജർ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം. പദ്ധതിയുടെ ആദ്യഘട്ടം ഇന്ന് പ്രാബല്യത്തിൽ വന്നു. മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഡിജിറ്റൽ ക്യാമറകൾ, ഇലക്ട്രോണിക് റീഡറുകൾ, പോർട്ടബിൾ വീഡിയോ ഗെയിം കൺസോളുകൾ, ഹെഡ്ഫോണുകൾ, ഇയർഫോണുകൾ, പോർട്ടബിൾ സ്പീക്കറുകൾ, ആംപ്ലിഫൈഡ് സ്പീക്കറുകൾ, കീബോർഡുകൾ, കമ്പ്യൂട്ടർ മൗസ്, പോർട്ടബിൾ നാവിഗേഷൻ സിസ്റ്റങ്ങൾ, വയർലെസ് റൂട്ടറുകൾ തുടങ്ങിയവക്കാണ് ടൈപ്പ് C ചാർജർ ഇന്ന് നിർബന്ധമായത്. 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുന്ന രണ്ടാം ഘട്ടത്തിൽ ലാപ്ടോപ്പുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും ടൈപ്പ് C ചാർജർ നിർബന്ധമാകും. കമ്മ്യൂണിക്കേഷൻസ്, സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷൻ, സൗദി സ്റ്റാൻഡേർഡ് മെട്രോളജി ക്വാളിറ്റി ഓർഗനൈസേഷൻ എന്നിവയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചാർജിംഗ് പോർട്ടുമായി ബന്ധപ്പെട്ട അധിക ചെലവ് കുറയ്ക്കാനും ഉയർന്ന നിലവാരമുള്ള സേവനം ഉറപ്പുവരുത്താനുമാണ് ഈ തീരുമാനം. കൂടാതെ പ്രതിവർഷം 15 ടൺ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കുറയാനും ഇത് കാരണമാകും. ചാർജിംഗ് പോർട്ടുകളുടെ ഉപഭോഗം 22 ലക്ഷം കുറയ്ക്കാൻ ഈ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണമകലം, 24 ജിദ്ദ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നടന്ന വാഹനാപകടങ്ങളിൽ 8 പേർ മരിച്ചു. കൊച്ചിയിൽ വൈപ്പിൻ ഗോശ്രീ പാലത്തിൽ ബൈക്ക് മറിഞ്ഞ കോളേജ് വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവർ മരിച്ചു. പാറശാലയിൽ കാർ നിയന്ത്രണം വിട്ട് ആയിര സ്വദേശി മരിച്ചു. കോഴിക്കോട് കൊടുവള്ളിയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച മടവൂർ മുക്ക് സ്വദേശി അഷ്റഫ് മരിച്ചു. പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് വൈപ്പിൻ ഗോശ്രീ പാലത്തിൽ വെച്ച് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവരാണ് മരിച്ചത്. ഇടുക്കി കുട്ടിക്കാനത്ത് പുതുവത്സരാഘോഷത്തിനെത്തിയവരുടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഫൈസലിന് ജീവൻ നഷ്ടമായി. കാറിനകത്തായിരുന്നു ഈ സമയം ഫൈസൽ. ഫയർഫോഴ്സും പോലീസിന്റെയും സംയുക്തമായ തെരച്ചിലിനൊടുവിലാണ് 350 അടിയോളം താഴ്ചയിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാറശാലയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഐര സ്വദേശി പ്രദീപ് മരിച്ചു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരുക്കേറ്റു. എരുമേലി കണമല അട്ടിവളവിൽ ബസ് മറിഞ്ഞ ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഡ്രൈവർ മരിച്ചു. ആന്ധ്ര സ്വദേശി രാജുവാണ് മരിച്ചത്. ബസിന്റെ അമിത വേഗത അപകട കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. തിരുവനന്തപുരം വഴയിലെ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അരുവിക്കര സ്വദേശി ഷാലു അജയ് മരിച്ചു. പത്തനംതിട്ട നരിയാപുരത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായിരുന്ന അഖിൽ കൃഷ്ണൻ മരിച്ചു. അഖിലിന്റെ ഭാര്യയും കുഞ്ഞും പരിക്കുകളോടെ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക് 24.
യുഎസിലെ ബ്രോങ്സ്, വെസ്റ്റ്ചെസ്റ്റർ, ഡച്ചസ് കൌണ്ടികളിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകകൾ ക്രിസ്മസ് പുതുവത്സരം ആഘോഷിച്ചു. റെവറൻ ഫാദർ ചെറിയാൻ നീലാങ്കൽ കോർ എപ്പിസ്കോപ്പ അധ്യക്ഷനായി. റെവറൻ ഫാദർ പോൾ ചെറിയാൻ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. ജോയ് ഇബ്രഹാമിന്റെ നേതൃത്വത്തിൽ സംയുക്ത കൊയറിന്റെ സംഘഗാനവും ഉണ്ടായിരുന്നു. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. നാളെ രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. നാളെ രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 5 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, സ്പീക്കർ എൻ ഷംസീർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് നിയുക്ത ഗവർണർ രാജ്ഭവനിലെത്തി. സർക്കാരുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വരുന്ന ഗവർണർ ഏത് സമീപനം സ്വീകരിക്കും എന്നത് ശ്രദ്ധേയമാണ്. ദീർഘകാലം RSS ചുമതലകൾ വഹിച്ച ശേഷം 1989 രാജേന്ദ്ര അർലേക്കർ BJPയിൽ അംഗത്വമെടുക്കുന്നത്. ഗോവയിൽ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 24 തിരുവനന്തപുരം. പാലക്കാട് മണ്ണാർക്കാട് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കോളേജിനുള്ളിൽ ബാൻഡ് ഉപയോഗിക്കുന്നതിനെ ചൊല്ലി പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടായി. കോളേജ് ഗേറ്റ് പൂട്ടി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. പുറത്തുനിന്നുള്ള ബാൻഡ് സംഘത്തെ കോളേജിനുള്ളിൽ അനുവദിക്കില്ല എന്ന് പ്രിൻസിപ്പൽ നിലപാടെടുത്തതോടെയാണ് തർക്കമുണ്ടായത്. കണ്ണൂർ വളക്കയ്യൽ സ്കൂൾ ബസ് മറിഞ്ഞ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ചൊറുക്കളയിൽ നേദ്യായസ് രാജേഷാണ് മരിച്ചത്. അമിതവേഗമാണ് അപകടത്തിന് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. വൈകിട്ട് 4 മണിയോടെയാണ് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. വളക്കൈ പാലത്തിന് സമീപം സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഇറക്കത്തിലാണ് അപകടം. പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഞാനിവിടെ ശബ്ദം കേട്ടാണ് പുറത്ത് വന്ന് നോക്കിയത്. അപ്പം അവിടെ വണ്ടി അടിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴും സ്കൂൾ ബസ്സാണെന്ന് മനസ്സിലായി. തല മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോയപ്പോൾ മുന്നിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടാണ്. അതിനകത്തോട് വഴിയാണ് നമ്മൾ ഓരോ കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഈ കുട്ടിയെ നമ്മൾ കണ്ടിട്ട് ഈ മരിച്ച കുട്ടി ആക്ച്വലി പുറത്താണ്, വണ്ടിയുടെ പുറത്ത് അടിയിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറ്റുന്ന കുട്ടികളെല്ലാവരെയും പുറത്തിറക്കി ലാസ്റ്റ് ഏറ്റവും പിറകിലായിരുന്നു ഈ കുട്ടി, താഴെ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് നമ്മൾ കണ്ടത്. പെട്ടെന്ന് തന്നെ നമ്മൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് വണ്ടി പൊക്കി കുട്ടിയും കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏകദേശം അന്നേരം എടുക്കുമ്പോൾ തന്നെ ഏകദേശം കുട്ടി ബോധമൊന്നുമില്ലായിരുന്നു, മരിച്ച രീതിയിൽ തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തിയുമ്പോഴേക്കും കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ സ്പീഡാണെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. അപകടം നടന്നയുടൻ നാട്ടുകാർ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീടാണ് ബസ്സിനടിയിൽപ്പെട്ട നേദ്യയെ കണ്ടതും ബസ് ഉയർത്തി പുറത്തെടുത്തതും. ഒരൊച്ച കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബസ് മറിഞ്ഞ് റോഡുമിലുണ്ട്. അപ്പോൾ നമ്മൾ 3-4 ആൾക്കാർ ഇവിടുന്ന് കുറേ ആളെ വിളിച്ചു കൂട്ടി. അപ്പുറത്ത് ഇവിടുന്ന് ആൾ വന്ന് ബസ്സിലെല്ലാം കുട്ടികളെല്ലാം പിടിച്ച് പുറത്താക്കി. നോക്കുമ്പം ബസ്സിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു കുട്ടി കവിഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി. ഉടനെ നമ്മൾ എല്ലാവരും കൂടി ബസ്സിനെ ഉയർത്തി. ബസ് കവിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഉയർത്തിയതിന് ശേഷം പെണ്ണ് ബസ്സിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ പെണ്ണ് നല്ല ചോര കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് അവരെടുത്ത് കിട്ടുന്ന വണ്ടിക്കെല്ലാം പിന്നെ ഒരാൾ ആശുപത്രിയിലേക്ക് വിട്ടു. തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അമിത വേഗമാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നാണ് മനസ്സിലായത്. ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന്, അതേപോലെ CCTV ദൃശ്യം കണ്ടു. അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു. വാഹനം ആ ഒരു ടേണിംഗ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിൻ്റെ ഡിസൈൻ ഉള്ളത്. അപകടമുണ്ടായ സമയത്ത് ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. അപകടത്തിന്റെ CCTVയിലുള്ള അതേ സമയത്ത് ഡ്രൈവർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുവെന്നാണ് ആരോപണം. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ചിന്മയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കുമ്പോൾ 4:03 സ്റ്റാറ്റസ് ഇട്ടിന്. അന്നേരം ഞാനിതറിയില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമുണ്ട് പിന്നെ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മലബാർ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു, ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നേ പിന്നെയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പിഞ്ചു മക്കളൊക്കെ മരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കൃത്യം 4:03 ഓൻ സ്റ്റാറ്റസ് വെച്ചിന്. ഇപ്പോൾ ബ്രേക്ക് പൊട്ടിയതല്ല എന്നാണ് ഇതിൻ്റെ കാണുന്ന തെളിവ്. കാരണം 2 വിഷയിലും 4.3 ആണ്, 4:03 ആണ്. പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാനല്ലോ. ഏതവസരത്തിൽ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഇത്രയും ഈ കുന്നിൻ്റെ ഇറക്കത്തിൽ ഫോൺ നോക്കാനുള്ള സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു കുട്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ മറ്റെല്ലാ വിദ്യാർത്ഥികളും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. 24 കണ്ണൂർ.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി അവതരിപ്പിച്ച സർക്കാർ. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലുമായി 2 മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. എൽസ്റ്റണിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും 1000 സ്ക്വയർ ഫീറ്റിലാണ് ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിക്കുക. ടൗൺഷിപ്പ് രൂപരേഖയുടെ ത്രിമാന മാതൃക ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചു. കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക. കൽപ്പറ്റയിലാണ് കൂടുതൽ വീടുകൾ. ഇവിടെ 5 സെന്റ് ഭൂമിയിൽ ഒരു വീട് എന്ന തോതിലാകും നിർമ്മാണം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം കുറച്ച് വീടുകൾ നിർമ്മിക്കുന്ന മേപ്പാടിയിൽ 10 സെന്റിൽ ഒരു വീട് എന്നതാകും അനുപാതം. ആകെ എത്ര വീടുകൾ നിർമ്മിക്കുമെന്നത് പിന്നീട് തീരുമാനിക്കും. ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പായി ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്കോണിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാരായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു. പുനരധിവാസത്തിന്റെ സമയക്രമം 2-3 ആഴ്ചകളിൽ നിശ്ചയിക്കും. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കൃത്യമായ സംവിധാനമുണ്ടാകും. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും കലക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റുമാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന മറ്റ് മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്യും. ആദ്യം വീട് നഷ്ടപ്പെട്ടവരെയും പിന്നീട് ദുരന്തത്തിൽ താമസയോഗ്യമില്ലാതായ സ്ഥലത്തുള്ളവരെയുമായിരിക്കും പുനരധിവാസത്തിനായി പരിഗണിക്കുക. ജനുവരി 20 മുമ്പ് ഗുണഭോക്തൃ പട്ടിക അന്തിമമാക്കും. താമസയോഗ്യമില്ലാത്ത സ്ഥലം അടയാളപ്പെടുത്താനും തീരുമാനമുണ്ട്. ആ എതിർത്തവരോട് പറയാനുള്ളത് ഇനി എതിർക്കാൻ പുറപ്പെടേണ്ടതെന്നാണ്. അടയാളപ്പെടുത്തി ആ മേഖല ഏതാണോ, ആ മേഖലക്കൊക്കെ അകത്തുള്ള കുടുംബങ്ങൾ ഏതാണോ, ആ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന് അർഹത. അതിനപ്പുറത്തും ആളുകളുണ്ടാകാം, അവരാഗ്രഹിച്ചിട്ട് കാര്യമില്ല. നേരത്തെ താമസിക്കുന്ന ഭൂമിയുടെ അവകാശം ഉടമകൾക്ക് തന്നെ ആയിരിക്കും. ടൗൺഷിപ്പിലും വ്യവസ്ഥകളോടെ ഉടമകൾക്ക് പൂർണ്ണ അവകാശം നൽകും. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ പ്ലാൻ വേണം. പുനരധിവാസത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ്റിന് കുറേ കൂടി വ്യക്തത വരണം. ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ കുറേ കൂടി വേഗത്തിലാക്കണം. ഞങ്ങളാ യോഗത്തിൽ ആവശ്യപ്പെട്ട് തന്നെ ഒരു ടൈം ഫ്രെയിം ഉണ്ടാകണമെന്ന്. ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സമയത്തിൻ്റെ ഇത് വേണം. ആ സമയക്രമത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ആ സമയത്ത് അത് തീർക്കണം. ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. അവർക്ക് ജീവിക്കാൻ, അവർക്ക് വരുമാനം ഉണ്ടാകാൻ, അവരുടെ ഉപജീവനത്തിനുള്ള കാര്യം ഇതെല്ലാം ചെയ്യണം. മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ പിന്തുണച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് തള്ളി. സനാതനധർമ്മം സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും സംഘപരിവാറിന്റേതല്ല സനാതനധർമ്മമെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ നിലപാട്. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പിന്നാലെ ബി.ജെ.പി. ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. എന്നാൽ തീർത്ഥാടനത്തിന് സമാപനമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും 2 തട്ടിലാണ്. രാവിലെ സമ്മേളനത്തിനെത്തിയ കെ. സുധാകരൻ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ പിന്തുണച്ചു. വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സമാപന സമ്മേളനത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തള്ളി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് സനാതന ധർമ്മമാണെന്നും അത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ നേതാവ്. ഞാൻ പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക. സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിൻ്റെയും ചാതുർവർണ്ണത്തിൻ്റെയും ഭാഗമാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ മതനേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജ്യവാഴ്ചയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. സംഭവം വിവാദമായെങ്കിലും പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ, ഇപ്പോഴല്ല, ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ശരിയല്ല. അതെന്റെ നിലപാടാണത്. സനാതനധർമ്മത്തിന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത്. ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നതാണെന്നും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നും ബി.ജെ.പി. ദേശീയ നേതൃത്വവും വിമർശിച്ചു. 24 തിരുവനന്തപുരം.
ഉമ്മ തോമസ് MLAക്ക് ഗുരുതര പരുക്കേറ്റ കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ സംഘാടകരായ മൃദംഗാവിഷൻ MD, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിനെതിരെ നടക്കുന്നത് കുപ്രചാരണമാണെന്ന് മൃദംഗാവിഷൻ MD നികോഷ് കുമാർ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട്, MLA ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. വന്ന വീഴ്ചകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും. തുറന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് വിശദമായൊരു മാർഗരേഖ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും. MLA ഉമ്മ തോമസിനുണ്ടായ അപകടത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരിപാടിയുടെ നടത്തിപ്പുകാരായ മൃദംഗവിഷനെതിരെ പാലാരിവട്ടം പോലീസ് വീണ്ടും കേസെടുത്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ MD നികോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നികോഷ് കുമാറിന്റെ ഭാര്യ എന്നിവരെ പ്രതി ചേർത്താണ് കേസ്. എന്നാൽ ആരോപണങ്ങളെല്ലാം മൃദംഗവിഷൻ പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ തള്ളി. നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ അനുമതിയും നമ്മൾ തേടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കെട്ടിയ സ്റ്റേജ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയേണ്ടത് GCD ആണ്. അങ്ങനെ സ്റ്റേജ് കെട്ടാൻ അവിടെ പെർമിഷൻ ഇല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് അവർ പറയണം. അതിൻ്റെ ഉന്നത ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് പറയണം. GCD പോലത്തെ ഒരു സ്റ്റേഡിയം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. അത്രയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇറക്കിയിട്ടാണ് നമ്മൾ അവിടെ കണ്ടസ്റ്റൻസിനെ എത്തിച്ചത്. ഏത് അന്വേഷണ സംഘത്തിന് മുന്നിലും ഹാജരാവാൻ സന്നദ്ധനാണ്. ഈ പരിപാടി സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ ഈ പരിപാടി നടത്തേണ്ട കാര്യമുണ്ടോ മാഷേ? സംഭവത്തിൽ കൊച്ചിൻ കോർപ്പറേഷനും നടപടികൾ ആരംഭിച്ചു. മതിയായ പരിശോധനകൾ നടത്തിയില്ലെന്ന കാരണത്താൽ ഹെൽത്ത് ഇൻസ്പെക്ടർ M നീതയെ സസ്പെൻഡ് ചെയ്തു. റവന്യൂ വിഭാഗത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. ഗുരുതര പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ഇന്നലത്തേക്കാൾ പുരോഗതി. സ്വയം ശ്വാസമെടുത്ത് തുടങ്ങിയ ഉമ്മ തോമസ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വീഴ്ചയെക്കുറിച്ച് ഉമ്മ തോമസിന് ഓർമ്മയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 4ാം ദിവസം പ്രതീക്ഷയുടേതാണ്. മകൻ വിവേകിന് ഉമ്മ തോമസ് പുതുവർഷാശംസകൾ നേർന്നു. രോഗി നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സ്വയം ശ്വാസമെടുക്കുന്നതും ആരോഗ്യ പുരോഗതിയുടെ അടയാളമാണ്. വെന്റിലേറ്ററിൽ നിന്ന് ഉടൻ മാറ്റാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. വേദന കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നിലവിൽ നൽകുന്നത്. ശ്വാസകോശ പ്രശ്നങ്ങളും കുറയുന്നുണ്ട്. എല്ലാ ദിവസവും പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്നാണ് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നത്. 24 കൊച്ചി. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ മന്ത്രി MB രാജേഷിന്റെ വാദം തെറ്റ്. ഉദ്യോഗസ്ഥന് നൽകിയത് പ്രമോഷൻ ട്രാൻസ്ഫർ എന്നായിരുന്നു മന്ത്രി MB രാജേഷ് പറഞ്ഞത്. എന്നാൽ സ്ഥലം മാറ്റിയത് പ്രമോഷൻ നൽകിയല്ല എന്ന ഓർഡർ പുറത്തുവന്നതോടെ വ്യക്തമായി. ഇതോടെ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന സംശയം ബലപ്പെടുന്നു. പ്രതിഭ MLAയുടെ മകനെതിരെ കേസെടുത്തതിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജന്റെ സ്ഥലം മാറ്റം വിവാദമായിരുന്നു. വിരമിക്കാൻ 5 മാസം മാത്രം ശേഷിക്കെയാണ് അടിയന്തര സ്ഥലമാറ്റം. കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥന് മലപ്പുറത്തേക്കായിരുന്നു സ്ഥലമാറ്റം. ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേറ്റെടുത്ത് 3 മാസം തികയും മുൻപാണ് നടപടി. എന്നാൽ ഉദ്യോഗസ്ഥന്റെ സ്ഥലമാറ്റത്തിൽ മാധ്യമ വാർത്തകൾ തള്ളി മന്ത്രി MB രാജേഷ് രംഗത്തെത്തിയിരുന്നു. 15 പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും 23 പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുമായിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫറാണ് നടന്നത്. ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ DPC കൂടാൻ വൈകിയതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകിയത്. അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു. ഇതേ ട്രാൻസ്ഫർ നേരത്തെ നടക്കുമായിരുന്നു. DPC കൂടാൻ വൈകിയപ്പോൾ അത് വൈകി. എന്നാൽ ട്രാൻസ്ഫർ ഓർഡറിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ മന്ത്രിയുടെ വാദം പൊളിഞ്ഞു. ട്രാൻസ്ഫർ ഓർഡറിൽ എവിടെയും പ്രമോഷനെപ്പറ്റി പരാമർശമില്ല. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലയിൽ ബെനാമി പേരിൽ കള്ളുഷാപ്പ് നടത്തുകയും ഇതിന്റെ മറവിൽ വ്യാപകമായ സ്പിരിറ്റ് ജില്ലയിലേക്ക് ഒഴുക്കുകയും ചെയ്തിരുന്നു. ബെനാമികളായി കള്ളുഷാപ്പ് നടത്തുന്നവരിൽ CPI നേതാക്കൾ ഉണ്ടെന്ന് വിവിധ ഏരിയകളിൽ ആക്ഷേപമുയരുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ മുഖം നോക്കാതെ പലപ്പോഴും കർശന നടപടിയെടുത്തയാളാണ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ്. ഇതോടെ ഉന്നതരുടെ കണ്ണിലെ കരടായി തുടരവെയാണ് പ്രതിഭ MLAയുടെ മകനടക്കമുള്ള സംഘം എക്സൈസിന്റെ പിടിയിലാകുന്ന സംഭവം നടക്കുന്നത്. സ്ഥലമാറ്റം ലഭിച്ച PK ജയരാജ് അവധിയിൽ പ്രവേശിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. 24 ആലപ്പുഴ.
ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.